dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ് പേജ് നമ്പർ 100ാമത്തെ പേജിൽ ഇല്ലസ്ട്രേഷൻ 33 ആണ്. അപ്പോൾ അത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ പ്രോബ്ലം സൈഡ് കംപ്ലീറ്റ് ആവും. ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കുറച്ച് തിയറി കൂടി പറയേണ്ട അതിലേക്ക് പോവാം. ഇത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ജാനുവരി 1-ാം തീയതിയാണ് തുടങ്ങുന്നത്. വേണ്ട ഡേറ്റ് എഴുതി വെച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് 100 യൂണിറ്റ്സ് 10 രൂപയിലാണ്. 10 രൂപയിലാണ് 100 യൂണിറ്റ് 10 രൂപയിലാണ്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ 100 യൂണിറ്റ് റേറ്റിൽ എഴുതി 1000 ജനുവരി 1-ാം തീയതി. 2-ാം തീയതി ഇഷ്യൂഡ് ആണ് 25 യൂണിറ്റ്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് എ. അപ്പോൾ ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. 2-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നത് 25 യൂണിറ്റാണ്. യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ റേറ്റ് നോക്കേണ്ട കാര്യമില്ല. ആവറേജ് ആണ്, സെയിം റേറ്റാണ് വരിക 250. 100-ൽ നിന്ന് 25 പോയി കഴിഞ്ഞാൽ 75 യൂണിറ്റ് ബാക്കി ഉണ്ടാവും. അതിൻ്റെ റേറ്റ് കോളത്തിൽ റേറ്റ് എഴുതാൻ വരട്ടെ. സെയിം റേറ്റാണ് വരിക. എന്താ കാരണം വെച്ചാൽ അടുത്ത പർച്ചേസ് വരുന്നവരെ റേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ 750 എഴുതി 75 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റേറ്റ് 10 രൂപയാണ്. 2-ാം തീയതി കഴിഞ്ഞാൽ 7-ാം തീയതി പർച്ചേസാണ് വരുന്നത്. അപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പർച്ചേസ് വന്നതിന് ശേഷം ബാലൻസ് കോളത്തിലേക്ക് എഴുതുമ്പോഴാണ് നമ്മൾ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 7-ാം തീയതി പർച്ചേസ് വരുന്നത് 425 യൂണിറ്റാണ്. 11 രൂപയിലാണ് റേറ്റ്. 11 രൂപയാണ് റേറ്റ്. ഇപ്പം 46.75. ഇനി 425-ഉം 75-ഉം 500 യൂണിറ്റ് ബാലൻസ് വരും. ബാലൻസ് എഴുതാനൊക്കെ എളുപ്പമാണ്, പക്ഷെ റേറ്റ് കാണും. ഇനി എന്ത് ചെയ്യണം? എമൗണ്ടും കൂടി കൂട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് 780 ഉണ്ട്. ഇപ്പം 46.75. അപ്പം 54.25. ഇനി എന്ത് ചെയ്യണം? ഇനിയാണ് റേറ്റ് കണ്ടുവയ്ക്കേണ്ടത്. അതായത് എമൗണ്ടിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എമൗണ്ടിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 10 രൂപ 85 പൈസയാണ് നമ്മുടെ റേറ്റ്. 5425-നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്ന ഇഷ്യൂ റേറ്റ്. അപ്പോൾ അടുത്ത ഇഷ്യൂ ഭയങ്കര സുഖമായിട്ട് നടക്കും. 10 രൂപ 85 പൈസ റേറ്റ് കണ്ടുവച്ച് കഴിഞ്ഞു. 7-ാം തീയതി കഴിഞ്ഞാൽ 10-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നത് എ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥലമില്ല, എങ്കിലും ഞാനിവിടെ എന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. 10-ാം തീയതി ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബിക്കാണ്. ഇവിടെ ബി എന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. കുട്ടികൾ ആൻസർ പേപ്പറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിടുത്തൊക്കെ ചെയ്ത് കൊടുക്കുക. 10-ാം തീയതി ഇഷ്യൂ ചെയ്യുന്ന 200 യൂണിറ്റാണ്. 200 യൂണിറ്റാണ്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റിയിൽ 200 യൂണിറ്റ് എഴുതി. റേറ്റ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, 10 രൂപ 85 പൈസ. 2170. ഇനി ഇത് കുറച്ച് എഴുതാം. ഇതിൽ ഇങ്ങനെ കുറച്ച് എഴുതുമ്പോൾ വ്യത്യാസം വരില്ല. ഇവിടെ 300 റേറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കാം. എന്താ കാരണം വെച്ചാൽ അതിൽ മാറ്റം വരില്ല. വേറെ പർച്ചേസ് വരുമ്പോഴേ വ്യത്യാസം വരുള്ളൂ. 3255. 10-ാം തീയതി കഴിഞ്ഞാൽ അടുത്തത് 12-ാം തീയതി റിട്ടേൺ ടു സ്റ്റോർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ. അപ്പോൾ കണ്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ എ എന്ന് എഴുതി വയ്ക്കാൻ പറഞ്ഞത്. സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. എത്ര യൂണിറ്റാണ് റിട്ടേൺ ചെയ്തത്? 12-ാം തീയതി 10 യൂണിറ്റാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ 10 യൂണിറ്റ് റിട്ടേൺ അപ്പോൾ തന്നെ നമ്മൾ റെസിപ്റ്റിൽ എഴുതി. റെസിപ്റ്റാണ്. ഇനി അതിൻ്റെ റേറ്റ് കാണാൻ നമുക്ക് ശ്രദ്ധിക്കുക. റേറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഈ വെയ്റ്റഡ് ആവറേജ് ഒന്നും എടുക്കാൻ പാടില്ല. 2-ാം തീയതി ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ ആ റേറ്റ് എടുക്കുക. 2-ാം തീയതി ഇഷ്യൂ ചെയ്ത റേറ്റ് എത്രയാണ്? 10 യൂണിറ്റ് 10 രൂപയിൽ എത്രയാണ്? 100 യൂണിറ്റ് 100 രൂപ അല്ലേ?
അതെന്ത് ചെയ്യുക, അത് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 300 യൂണിറ്റ് ഇവിടെ 10 കൂട്ടും, അപ്പോൾ എത്രയാണ് 310. ഇനി ഈ റേറ്റ് എഴുതാൻ പാടില്ല, അവിടെ 3255 അത് 100 രൂപ കൂട്ടുമ്പോൾ 3355. ഇനി വീണ്ടും റേറ്റ് കാണണം. എന്താ കാരണം, ഇത് വന്നപ്പോൾ പുതിയ പർച്ചേസ് വന്ന പോലെ ട്രീറ്റ് ചെയ്യണം. എങ്ങനെയാണ് റേറ്റ് കാണുക, ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 3355നെ 310 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 310 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.823 10.823 3 ഡെസിമലിലേക്കായി. 12-ാം തീയതി കഴിഞ്ഞാൽ അടുത്തത് 15-ാം തീയതിയാണ്. വീണ്ടും റിട്ടേൺ ടു വെൻഡർ ആണ്. ശ്രദ്ധിക്കുക, റിട്ടേൺ ടു വെൻഡർ 20 യൂണിറ്റ്സ് ഔട്ട് ഓഫ് ദ പർച്ചേസ് ഓൺ 7th. മനസ്സിലായാലോ, ഔട്ട് ഓഫ് ദ പർച്ചേസ് ഓൺ 7th ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല ഇത് ഞാൻ റെസിപ്റ്റിലാണ് എഴുതിയത്, റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുമ്പോൾ എവിടെ എഴുതേണ്ടത്, ഇഷ്യൂവിലാണ് എഴുതേണ്ടത്. കുറയാണല്ലോ. ഇവിടെ നമ്മൾ 20 യൂണിറ്റ്, ആ 20 യൂണിറ്റ് റിട്ടേൺ ചെയ്തെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ് കൂടി പറയുന്നുണ്ട്. 7-ാം തീയതിയാണ്. അപ്പോൾ 7-ാം തീയതി പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് റേറ്റിനായിരിക്കും, 11 രൂപയ്ക്ക് വാങ്ങിയതാണ്. 11 രൂപയ്ക്ക് വാങ്ങിയത് 10.823 കൊടുത്താൽ പറ്റുമോ, പറ്റില്ല. അപ്പോൾ റിട്ടേൺ ചെയ്യുക, വെൻഡർക്ക് റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, വെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലയർ ആണ്. സപ്ലയർക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഈ റേറ്റിന് തന്നെ റിട്ടേൺ ചെയ്യണം, 11 രൂപയ്ക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. 11 രൂപയ്ക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 220. ഇനി അത് കുറച്ച് എഴുതാം. 310-ൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ 290, ദെൻ 3135. 3135. ഇവിടെ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പർച്ചേസ് ചെയ്ത എമൗണ്ടാണ് കുറയുന്നത്, പർച്ചേസ് ചെയ്ത എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ എന്ത് ചെയ്യണം, 3135നെ 290 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം. ഇവിടെ കുട്ടികൾക്ക് തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ റേറ്റിന് ഇഷ്യൂ ചെയ്ത കാരണം കൊണ്ടാണ് ഇവിടെ റേറ്റ് വ്യത്യാസം വരുന്നത്. 15-ാം തീയതി കഴിഞ്ഞാൽ അടുത്തത് 16-ാം തീയതി പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 110 യൂണിറ്റാണ്. 110 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു 16-ാം തീയതി. 12 രൂപ 50 പൈസയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. 1375. അപ്പോൾ അവിടെ 110 യൂണിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ 400 യൂണിറ്റ് 4510. ഇനി ഇവിടെ എന്ത് ചെയ്യണം, 4510നെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11.275. 16-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 25-ാം തീയതിയാണ് അടുത്തത്. പർച്ചേസ് തന്നെയാണ്. 25-ാം തീയതി പർച്ചേസ് ചെയ്യുന്നത് 200 യൂണിറ്റ് 10 രൂപയിൽ. ഇപ്പോൾ 200 യൂണിറ്റ് എഴുതി, 10 രൂപയിൽ എഴുതി, 2000 രൂപ. 200-ഉം 400-ഉം 600 യൂണിറ്റ്. ദെൻ 2000 കൂട്ടി എഴുതുമ്പോൾ 6510, 6510. റേറ്റ് കാണുമ്പോൾ വീണ്ടും കാണുന്ന 6510നെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10.85 ആണ് റേറ്റ് കിട്ടുക. 25-ാം തീയതി കഴിഞ്ഞാൽ 29-ാം തീയതി. 29-ാം തീയതി ഇഷ്യൂഡ് എത്രയാണ്, 300 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഇല്ല. വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 32.55. 600-ൽ നിന്ന് 300 ഇഷ്യൂ ചെയ്ത് കുറയ്ക്കുന്നു. അപ്പോൾ ബാക്കി 300. എമൗണ്ട് 32.55. ഇതിൽ വ്യത്യാസം വരില്ല, സെയിം റേറ്റ് തന്നെയാണ് വരിക, 55. 29th കഴിഞ്ഞാൽ ബാക്കി അടുത്ത ട്രാൻസാക്ഷൻ 31st അവിടെ പർച്ചേസ് ചെയ്യാണ് 200 യൂണിറ്റ് 12 രൂപയിലാണ്. അപ്പോൾ 2400. ഇപ്പോൾ 200 യൂണിറ്റ് ആകുമ്പോൾ 300, 200-ഉം 500 യൂണിറ്റ്. 2400 എന്ന് പറയുമ്പോൾ അവിടെ 56.55.
ഇനി റേറ്റ് കാണാൻ എന്ത് ചെയ്യണം? 56 55 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11.31. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 500 യൂണിറ്റ്സ് ഓഫ് ₹5655. ഇതോടുകൂടി നമ്മുടെ ഈ ഫിഫോ അല്ലെങ്കിൽ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഈ ഏരിയയിൽ എന്തെങ്കിലും കുട്ടികൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് തിയറി ഉണ്ട്, അതിലേക്കാണ് അടുത്ത നമുക്ക് പോകേണ്ടത്. നമ്മുടെ ഈ മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്റർ ഏറെക്കുറെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ ചെറിയ തിയറി ഭാഗമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ തിയറി ഭാഗം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന പ്രാക്ടിക്കലി ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷോർട്ടേജ് വരും, ചിലപ്പോൾ എന്ത് വരും, അധികമായിട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ സർപ്ലസ് വരും, ചിലപ്പോൾ ഷോർട്ടേജ് വരും. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? 1. 2, സ്റ്റോഴ്സിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഐറ്റംസ് ചിലപ്പോൾ എന്ത് വരാം, പല കാരണം കൊണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ക്വാളിറ്റി മോശമായിട്ടോ, ക്വാണ്ടിറ്റി മോശമായിട്ടോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടായിട്ടോ, അതുമല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷൻ അല്ലാതെയായിട്ടോ, ഈ റോ മെറ്റീരിയൽസ് ആണല്ലോ, അത് പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറ്റാതിരിക്കുക, പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും അത്തരം കാരണങ്ങളെ കൊണ്ട് റിട്ടേൺസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ട്രാൻസാക്ഷൻസ് വരാം. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യാണ്, സപ്ലയർക്ക് തന്നെ റിട്ടേൺ ചെയ്യാണ്. ദെൻ സപ്ലയർ എന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് തന്നെ എന്ത് ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരത് റീപ്ലേസ്മെൻറ്റ് തരുന്നു. അപ്പോൾ ഇങ്ങനെ പലവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഏറെക്കുറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അതെങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നമുക്ക് പറഞ്ഞു തന്നാൽ തന്നെ, പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു തന്നാലേ അറിയുള്ളൂ. തിയറി മാത്രം വായിച്ച് പോയേണ്ട അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പ്രോബ്ലം എടുക്കുന്ന സമയത്ത് തന്നെ അത് പറഞ്ഞു തന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അത് ആ തിയറി ഭാഗം, പിന്നെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ സ്പോയിലേജ്, അതുപോലെ സ്ക്രാപ്പ് പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഈ സിമ്പിൾ ആവറേജ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അത് എന്താണ് വ്യത്യാസം നോക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത്. നമുക്കപ്പോൾ എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സിമ്പിൾ ആവറേജ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത് റേറ്റുകളുടെ ഒരു ആവറേജ് കാൽക്കുലേഷനാണ്. അതായത് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കുന്നില്ല അവിടെ. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്ക്, വെയ്റ്റഡ് ആവറേജിൽ വെയ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേസമയം സിമ്പിൾ ആവറേജ് മെത്തേഡിൽ വെയ്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. 2 യൂണിറ്റ് മേടിച്ചാലും അതിൻ്റെ റേറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കും, ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ എടുക്കും. അപ്പോൾ വെയ്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു കാൽക്കുലേഷനാണ് സിമ്പിൾ ആവറേജ്. അതേസമയം വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് വെയ്റ്റിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആവറേജിൽ നമുക്കറിയാലോ, ടോട്ടൽ പ്രൈസിൻ്റെ ടോട്ടലിനെ അല്ലെങ്കിൽ എന്താണ് റേറ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ എടുക്കുകയും അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം വെയ്റ്റഡ് ആവറേജിലെ ടോട്ടൽ എമൗണ്ടിൻ്റെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എവിടെ ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജിൽ ചെയ്യുന്നത്. ദെൻ ഈ സിമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഏറെക്കുറെ ചെറിയ ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഉള്ളൂ റേറ്റിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഈ സിമ്പിൾ ആവറേജ് മെത്തേഡ് ഫോളോ ചെയ്യാം. അതേസമയം ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ, വലിയ മാറ്റങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് മെത്തേഡായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡായിരിക്കും ബെറ്റർ. ദെൻ സിമ്പിൾ ആവറേജ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേസമയം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 3 ഡെസിമലൊക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താലാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. 1 ഡെസിമലോ 2 ഡെസിമലോ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടിൽ വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലാണ്.
ദെൻ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ടെക്നിക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് സിമ്പിൾ ആവറേജിൽ റേറ്റ് കാണുന്നത്. അതേസമയം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ റേറ്റ് കാണുന്നത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തല്ല, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ റേറ്റ് കണ്ടുവയ്ക്കുകയാണ്. മറ്റ് മെത്തേഡുകളിൽ നിന്ന് വ്യത്യസ്തമാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അതായത് പർച്ചേസ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ റേറ്റ് കണ്ടുവയ്ക്കുകയും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ വരുന്നത്. ദെൻ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ബാലൻസ് കോളത്തിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് റേറ്റിൻ്റെ കോളം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ബാലൻസ് കോളത്തിൽ സാധാരണ പോലെ തന്നെ റേറ്റ് കോളം കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സിമ്പിൾ ആവറേജിൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ചില സമയത്ത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആവാനുള്ള കാരണം എന്താണ്? റേറ്റിൽ വ്യത്യാസം വരാം കേട്ടോ. സിമ്പിൾ ആവറേജ് കാണുന്ന സമയത്ത് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം എപ്പോഴും വെയ്റ്റഡ് ആവറേജിൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അവിടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലുണ്ടായിരിക്കും. ഇത്രയും ഡിഫറൻസസ് ആണ് നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് പോകാനുള്ളത്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഐറ്റം വായിച്ച് പറയാനുള്ളതാണ്, കുട്ടികൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്? റിട്ടേൺ വരുമ്പോഴാണ്. റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോർ. മെറ്റീരിയൽസിൻ്റെ റിട്ടേൺ വരുന്ന സ്റ്റോറിലേക്ക് അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം റിട്ടേൺസ് വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് സാധാരണ റിട്ടേൺസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്നാണോ ഇഷ്യൂ ചെയ്തത് ആ റേറ്റിന് തന്നെ തിരിച്ചെടുക്കുക. എന്നാണോ അത് ഇഷ്യൂ ചെയ്യുന്നത് ആ റേറ്റിൽ തന്നെ അതെന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് തരികയാണ് റിട്ടേൺ വരുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് ബി ആൻഡ് കമ്പനിയിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗുഡ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബി ആൻഡ് കമ്പനിയിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഏതാണെന്ന് നോക്കുക, ആ റേറ്റ് നോക്കുക, ആ ലോട്ട് ഏത് റേറ്റാണ് അത് നോക്കി ആ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിട്ടേൺസ് എടുക്കും. മനസ്സിലായല്ലോ? അതല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ് റിട്ടേൺസ് എന്ന് പറയുന്നത് 10-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 10-ാം തീയതി നമ്മൾ ഏത് റേറ്റിനാണ് ഇഷ്യൂ ചെയ്തത് ആ റേറ്റിന് തന്നെയാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് തിരിച്ചെടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ റിട്ടേൺസ് വരുന്നത് നമുക്ക് ലിഫോ ആയാലും ഫിഫോ ആയാലും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതിൽ പ്രത്യേകിച്ചും എന്താണ്, എന്നാണോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് തന്നെ തിരിച്ചെടുക്കും. അല്ലെങ്കിൽ ആ ഡേറ്റിനല്ല, ആ ഡേറ്റിലെ റേറ്റിന് തിരിച്ചെടുക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡി എൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തതാണ്. അപ്പോൾ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് ഇഷ്യൂ ചെയ്ത ഡേറ്റും റേറ്റും ഒക്കെ ഉണ്ടാവും. ആ റേറ്റിന് മാത്രമേ അത് തിരിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് ഉള്ളതെന്താണെന്ന് വെച്ചാൽ റിട്ടേണിന് എന്ത് ചെയ്യുന്നു, കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തിരിച്ചെടുക്കും. അതായത് എന്ന് റിട്ടേൺ വന്നു, ഇന്ന് റിട്ടേൺ വരികയാണെങ്കിൽ ഇന്നത്തെ റേറ്റ് എത്രയാണോ അതിനെടുക്കുക. മനസ്സിലായല്ലോ? ഇന്നത്തെ റേറ്റ് എത്രയാണെങ്കിൽ ആ റേറ്റിന് മാത്രമേ നമ്മൾ തിരിച്ച് റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കരുത്, രണ്ടാമത്തെ മെത്തേഡ് അത്ര പോപ്പുലർ മെത്തേഡല്ല. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്താണ് 100% തന്നെ പറയാം, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, എന്നാണോ ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത റേറ്റ് എന്താണോ അത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആ റേറ്റിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺസ് കാണിക്കുക. അതിന് സാധിക്കില്ല, അതിൻ്റെ ക്ലൂ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ലേറ്റസ്റ്റ് എന്താണ് ഇഷ്യൂ റേറ്റ് ഏതാണോ അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് റേറ്റ് ഏതാണോ ആ ലേറ്റസ്റ്റ് റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ആയിട്ട് റെസീപ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. അടുത്തത് പ്രൈസിങ് ഓഫ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു വെൻഡർ. വെൻഡർക്ക് തിരിച്ചു കൊടുക്കുന്ന കാര്യമാണ്. വെൻഡർക്ക് തിരിച്ചു കൊടുക്കുന്ന കേസിലും എന്താണ്, ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റോക്ക് എന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്ത ഡേറ്റിലെ റേറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺസ് കാണിക്കുന്നു. നമ്മൾ 2-ാം തീയതിയാണ് പർച്ചേസ് ചെയ്തത്, 2-ാം തീയതി പർച്ചേസ് ചെയ്തത് 2 രൂപയുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ 15-ാം തീയതി റിട്ടേൺ ചെയ്യുമ്പോൾ 2-ാം തീയതിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നാണ് റിട്ടേൺ ചെയ്തത് എന്നുള്ള ക്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപയ്ക്കാണ് വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എന്നാണോ പർച്ചേസ് ചെയ്തത് ആ റേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസിൽ ചില കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ പ്രൈസിങ്, ഇപ്പോൾ ലിഫോ ആണെങ്കിൽ ലിഫോ മെത്തേഡിൽ ഇഷ്യൂ ചെയ്യുന്നു. കുട്ടികൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് റിട്ടേൺ നടത്തുകയാണ് 100 യൂണിറ്റിൻ്റെ. അപ്പോൾ 100 യൂണിറ്റ്
പർച്ചേസ് റിട്ടേൺ 10-ാം തീയതിയാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 10-ാം തീയതി നടത്തുമ്പോൾ എന്ത് ചെയ്യുക, അത് ലിഫോ ആണെങ്കിൽ ലിഫോ പ്രൈസിൽ ഇഷ്യൂ ചെയ്യുക, ദെൻ ഫിഫോ ആണെങ്കിൽ ഫിഫോ പ്രൈസിൽ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും, വിലയിൽ മാറ്റം ഉണ്ടാവും. ആ വിലയിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യാൻ വേറൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സ്റ്റോക്ക് റെക്കോർഡ് ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ അവിടെ മാറ്റം വരുത്തേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 10-ാം തീയതി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഒരു യൂണിറ്റിൻ്റെ വില 10 രൂപയാണ്. അത് 15-ാം തീയതി ആയപ്പോൾ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുന്നത് ഇഷ്യൂ പ്രൈസിലാണ്, 18 രൂപയിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ വ്യത്യാസം വന്നു, 15ഉം 18ഉം എന്ന് പറഞ്ഞാൽ 3 രൂപയുടെ വ്യത്യാസം വന്നു. ആ 3 രൂപയുടെ വ്യത്യാസം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഇഷ്യൂ പ്രൈസിന് വേണ്ടിയിട്ട്. ആ ബുക്കിൻ്റെ പേരാണ് ഇൻവെൻ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഈ പ്രൈസ് വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇതും അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡല്ല. അപ്പോൾ വെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയറാണ്. നമ്മൾ ആരിൽ നിന്നാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് അവരെയാണ് വെൻഡർ എന്ന് നമ്മൾ പറയുന്നത്. വെൻഡർക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യാം, എന്നാണോ വാങ്ങിയത് അല്ലെങ്കിൽ ഏത് വിലയ്ക്കാണോ വാങ്ങിയത് ആ വിലയ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. അത് രണ്ടും ശ്രദ്ധിക്കും. അടുത്ത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോർട്ടേജ് അല്ലെങ്കിൽ എന്താണ്, സർപ്ലസ് ആണ്. ഈ ഫിഫോ അല്ലെങ്കിൽ എന്താണ്, ലിഫോ അല്ലെങ്കിൽ എന്താണ്, സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിങ്ങിൽ സ്ഥിരം എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, ഫിസിക്കൽ സ്റ്റോക്കും അതുപോലെ തന്നെ സ്റ്റോഴ്സ് ലെഡ്ജറുടെ ബാലൻസും തമ്മിൽ എപ്പോഴും ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. 10 യൂണിറ്റോ 20 യൂണിറ്റോ 5 യൂണിറ്റൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ ഷോർട്ടേജ് ഉണ്ടാവും, ചിലപ്പോൾ സർപ്ലസ് ഉണ്ടാവും. അപ്പോൾ സാധാരണ ഇതൊരു സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരുപാട് നമ്പർ ക്വാണ്ടിറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് 2, 3, 4, 10, 15, 8, 10 ഒക്കെ അങ്ങനെ പല ചെറിയ യൂണിറ്റ്സ് ആയിരിക്കും, അധികം ഉണ്ടാവില്ല. ഇതിന് എന്ത് വരാം, ഷോർട്ടേജ് വരാം അല്ലെങ്കിൽ സർപ്ലസ് വരാം. അപ്പോൾ ഇങ്ങനെ ഷോർട്ടേജ് വരുമ്പോൾ അത് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും നമ്മൾ. സർപ്ലസ് വരുമ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അത് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഏറ്റവും ലേറ്റസ്റ്റ് പർച്ചേസ് പ്രൈസ് എത്രയാണോ ആ റേറ്റിനാണ് റെസിപ്റ്റ് ആയിട്ട് എടുക്കുക. ലാസ്റ്റ് പർച്ചേസ് ചെയ്ത പ്രൈസ് എത്രയാണോ ആ പ്രൈസാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, റെസിപ്റ്റ് ആയിട്ട് എടുക്കുക. ഇനി ഷോർട്ടേജ് ആണെങ്കിലോ ഇഷ്യൂ ആണെങ്കിലോ അത് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇഷ്യൂ എങ്ങനെയാണ്, ലിഫോ ആണെങ്കിൽ ലിഫോ മെത്തേഡിൽ, ഫിഫോ ആണെങ്കിൽ ഫിഫോ മെത്തേഡിലാണ് എന്ത് ചെയ്യുക, അത് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കുക. അതുപോലെ തന്നെയാണ് സിമ്പിൾ ആവറേജിലും വെയ്റ്റഡ് ആവറേജിലൊക്കെ, അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ ഷോർട്ടേജ് വന്നാൽ അത് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും, സർപ്ലസ് വന്നാൽ അത് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത്രമാത്രം അറിഞ്ഞിരുന്നാൽ ആ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ദെൻ മെറ്റീരിയൽ ലോസസ്, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെറ്റീരിയൽ ലോസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ലോസ് എന്ന് പറയുന്നത് പല കാരണത്താലും മെറ്റീരിയൽ ലോസ് സംഭവിക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റാണ്, നമ്മുടെ ലോക്ക് ഒരു സാധാരണ ഡോർ ലോക്കിൻ്റെ പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എന്താണ്, ഒരു ഹോൾ ഇടേണ്ട ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം തുളഞ്ഞു പോകും അല്ലേ. അപ്പോൾ അത് വേസ്റ്റായിട്ട് പോകും, ആ മെറ്റീരിയൽ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ അവിടെ ആ മെറ്റീരിയൽ വേസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വേസ്റ്റ് ഒന്നിച്ച് തൂക്കി വിൽക്കാൻ സാധിക്കും, അതിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും അല്ലേ. അതേപോലെ തന്നെ ചില ഐറ്റംസ് നമുക്കറിയാം, മറ്റേ ഓയിലോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ നിലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്താണ് മെഷീനിൽ പോവുകയോ നമുക്ക് അത് എടുക്കാൻ സാധിക്കാതെ കളക്ട് ചെയ്യാൻ പറ്റാത്ത ലോസുകൾ ഉണ്ടാവാം, കാണാൻ പറ്റാത്ത ആവിയായിട്ട് പോകുന്ന ലോസുകൾ ഉണ്ടാവാം. അപ്പോൾ പല ടൈപ്പ് ലോസുകളുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് മുഴുവനായിട്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ 1000 നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി 10% ലോസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10% ലോസ് ഉണ്ട്. 10% ലോസ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ലോസ് വന്നു, നോർമൽ ലോസ് അല്ലേ. അപ്പോൾ ബാക്കി 900 യൂണിറ്റ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഞാൻ പറഞ്ഞു മനസ്സിലായാലോ. 1000 യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് നടത്തി റോ മെറ്റീരിയൽസ്. ആ മെഷീനറിയിൽ 1000 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി 10% ഓഫ് ഇൻപുട്ട് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ 1000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ലോസ് വന്നു. 100 യൂണിറ്റ് ലോസ് വന്നാൽ ബാക്കി എത്രയുണ്ട്, 900 യൂണിറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ നോർമൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്, നോർമലി സംഭവിക്കാവുന്നതാണ്.
അത് അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ 950 യൂണിറ്റ് കിട്ടാം. അപ്പോൾ എന്താണ് നോർമൽ ലോസ് 100 യൂണിറ്റ് എന്ന് പറയുന്നത് 50 യൂണിറ്റേ വന്നുള്ളൂ. പ്രതീക്ഷിച്ച അത്ര നോർമൽ ലോസ് വന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. ഇനി 900 കിട്ടേണ്ടടുത്ത് 850 കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 100 യൂണിറ്റാണ് നോർമൽ, ബാക്കിയുള്ള 50 യൂണിറ്റ് എന്താ? അബ്നോർമൽ ലോസാണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ലോസ്, മെറ്റീരിയൽ ലോസസ് പ്രൊഡക്ഷനിലും ഉണ്ടാവാം. അത് എന്തൊക്കെ ടൈപ്പ് ലോസുകളാണ് മെറ്റീരിയൽ ലോസസ് എന്നാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ലോസാണ് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റേജ് എന്നൊക്കെ പറയും. വേസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് ബേസിക് റോ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിംഗ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി റിക്കവറി വാല്യൂ. അതായത് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നതും അതിന് ഒരു റിക്കവറി വാല്യൂ ഇല്ലാത്തതുമായിട്ടുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അല്ലെങ്കിൽ താഴത്തേക്ക് പോവുകയോ വീണ് പോവുകയൊക്കെ ചെയ്യുന്നതാണ്, നമുക്ക് കളക്ട് ചെയ്ത് വിൽക്കാൻ സാധിക്കില്ല. അത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇൻവിസിബിൾ ലോസ് എന്തൊക്കെയാണ് വേസ്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. വേസ്റ്റ് 2-3 രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ഇൻവിസിബിൾ ലോസ് ഓഫ് മെറ്റീരിയൽസ്. ഇൻവിസിബിൾ ലോസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന സമയത്ത് ആവിയായിട്ട് പോകുന്നു. ഇപ്പോൾ പെട്രോളാണ് ഒരു പ്രോഡക്റ്റ് എന്ന് വിചാരിക്കാം. പെട്രോൾ പ്രോസസ്സിങ് നടക്കുമ്പോൾ കുറച്ച് ഭാഗം അല്ലെങ്കിൽ എന്താണ് ക്രൂഡ് ഓയിൽ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം ആവിയായിട്ട് പോകുന്നു. മുഴുവൻ യൂണിറ്റ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ലോസ് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്തരം വേസ്റ്റേജ് ഉണ്ടാവാം. ഇൻവിസിബിൾ ആയിട്ടുള്ള വേസ്റ്റേജ് ഉണ്ടാവാം. ഇനി വിസിബിൾ ലോസ്. വിസിബിൾ ലോസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്പ്ലിറ്റ് ഓവർ ദ ഫ്ലോർ. അത് നമുക്ക് എന്തെങ്കിലും ലിക്വിഡാണ്, അത് നിലത്ത് പോവുകയോ അല്ലെങ്കിൽ താഴത്തേക്ക് പോവുകയൊക്കെ ഉണ്ടായിരിക്കാം. അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കളക്ട് ചെയ്യാൻ പറ്റിയാലാണ് അതിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സ്ക്രാപ്പ് വാല്യൂ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റാത്ത ചെറിയ രീതിയിലുള്ള ലീക്കുകൾ, അത്തരം കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലോസ് കളക്റ്റഡ് ബട്ട് വിച്ച് കനോട്ട് ബി സോൾഡ് ഓർ എന്താണ് റീയൂസ്ഡ്. ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെയോ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് വിസിബിളാണ്, നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്ത ടൈപ്പ് ലോസുകൾ ഉണ്ടാകും. ഇത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് മെറ്റീരിയൽ ലോസ് സംഭവിക്കുകയും ഒന്നുമില്ല അത് കാണാൻ കഴിയാതെ പോവുക, അല്ലെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചാലും അതിനൊരു സ്ക്രാപ്പ് വാല്യൂ ഇല്ലാതിരിക്കുക. ഇത്തരം ഐറ്റത്തിനെയാണ്, അതായത് പൂർണ്ണമായിട്ടും ലോസ് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെയാണ് അല്ലെങ്കിൽ അത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. വേസ്റ്റൊക്കെ എന്താണെന്ന് ചോദിക്കും. ഇനി വേസ്റ്റിൽ തന്നെ നമുക്ക് 2 രീതിയിൽ വേസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. നോർമൽ വേസ്റ്റ് ആൻഡ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ വേസ്റ്റ്. വേസ്റ്റിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നോർമൽ വേസ്റ്റും ഒന്ന് അബ്നോർമൽ വേസ്റ്റ്. ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ തന്നെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഒരു പ്രൊഡക്ഷനിലേക്ക് 1000 യൂണിറ്റ് ആണ് ഇൻപുട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നോർമൽ ലോസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ആണ്. എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കും നമ്മളെപ്പോഴും നോർമൽ ലോസൊക്കെ. അപ്പോൾ നോർമലി ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു പെന്നിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ സാധാരണ പേന ഉണ്ടാക്കുന്ന സമയത്ത് 10% 10 പേന കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പേനകളായിട്ട് എത്ര കിട്ടും? 90 പേന കിട്ടും അല്ലേ? അപ്പോൾ 90 പേന കിട്ടുന്നതിന് പകരം നമുക്ക് 85 പേനയെ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. 85 പെന്നേ കിട്ടിയുള്ളൂ എങ്കിൽ അവിടെ 5 യൂണിറ്റ് 10 യൂണിറ്റ് നോർമൽ ലോസ് സംഭവിച്ചു, പ്ലസ് ഒരു 5 യൂണിറ്റ് അഡീഷണൽ ലോസ് വന്നു. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അബ്നോർമൽ വേസ്റ്റ്. മനസ്സിലായാലോ? അപ്പോൾ അഡീഷണലായിട്ട് വരുന്ന വേസ്റ്റ് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടോ അല്ലെങ്കിൽ പരിചയക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടൊക്കെ സംഭവിച്ചതായിരിക്കാം. പക്ഷേ അത്തരം അഡീഷണലായിട്ട് വരുന്ന വേസ്റ്റിനെ നമുക്ക് എന്ത് പേരിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ? അബ്നോർമൽ വേസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം 1000 പെൻ ഉണ്ടാക്കുമ്പോൾ 10 പേന ലോസ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ 90 പേന എന്ന് പറയുന്നത് നശിച്ചു പോയ അല്ലെങ്കിൽ മോശമായിട്ട് അല്ലെങ്കിൽ കേടുവന്ന് പോയ 10 പേനയുടെ കോസ്റ്റ് നല്ല 90 പേനകൾ ഷെയർ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഒരു നഷ്ടം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്.
ആ ലോസിൻ്റെ വാല്യൂ ആര് ഷെയർ ചെയ്യുന്നു? മറ്റ് ഗുഡ് യൂണിറ്റ്സ് ഷെയർ ചെയ്യുന്നു. അവിടെ അത് കഴിഞ്ഞു പോയി, പിന്നെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? പക്ഷേ അതേസമയം 10 പേനയുടെ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതേസമയം ബാക്കി വന്നിട്ടുള്ള 15 പേന ലോസ് വന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ല പേനയുടെ വില കൂട്ടാൻ, റേറ്റ് ഇൻഫ്ലേഷൻ വരാൻ കാരണമാവുകയും അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് അബ്നോർമൽ ലോസായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അത് ലോസ്, അത്തരം ലോസിന് അബ്നോർമൽ ലോസ് എന്ന് പറയുകയും ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ലോസായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്താണ് നോർമൽ വേസ്റ്റേജ്, എന്താണ് അബ്നോർമൽ വേസ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമുക്ക് ഉണ്ടാവുന്ന ലോസിനെയാണ് നോർമൽ ലോസ് അല്ലെങ്കിൽ നോർമൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അൺഅവോയ്ഡബിൾ റീസൺസ് കൊണ്ട് ഉണ്ടാവുന്ന വേസ്റ്റിനെയാണ് നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ പുവർ വർക്ക്മാൻഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കംപ്ലൈൻറ്റ് കൊണ്ടോ അങ്ങനെ പല കാരണത്താൽ ഉണ്ടാവുന്ന ലോസിനെയാണ് എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ അഡീഷണൽ ലോസിനെയാണ് അല്ലെങ്കിൽ അഡീഷണൽ വേസ്റ്റേജിനെയാണ് അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. നോർമൽ വേസ്റ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ലോസ് ഗുഡ് യൂണിറ്റ്സ് ഷെയർ ചെയ്യും. അതേസമയം അബ്നോർമൽ വേസ്റ്റ് നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും? ലോസായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്ക്രാപ്പ്, അല്ലേ? നോർമലി നമ്മളിതെല്ലാതും ഒരുപോലെയാണ് കണ്ടിരിക്കുക. വേസ്റ്റ്, അബ്നോർമൽ വേസ്റ്റ്, സ്ക്രാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആളുകൾ, അല്ലേ? പക്ഷെ നമുക്ക് ഒരു കോസ്റ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് എന്താണ് സ്ക്രാപ്പ്, എന്താണ് വേസ്റ്റേജ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്ക്രാപ്പിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. സ്ക്രാപ്പ് മീൻസ് ദ ഇൻസിഡൻ്റൽ റെസിഡ്യൂ ഫ്രം സർട്ടൺ ടൈപ്സ് ഓഫ് മാനുഫാക്ചർ, യൂഷ്വലി ഓഫ് സ്മോൾ എമൗണ്ട് ആൻഡ് ലോ വാല്യൂ, റിക്കവറബിൾ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ്. അപ്പോൾ ഈ സ്ക്രാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ആവുന്ന നോർമൽ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പോർഷൻ സ്ക്രാപ്പ് ഐറ്റംസ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റീസെയിലബിളാണ്, വിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ റീസെയിലബിൾ എന്നല്ല, അത് സെയിലബിളാണ്. പക്ഷേ അതിന് ചെറിയ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളൊരു ഒരു ഐറ്റം ബോർ ചെയ്യാണ്, തുളയ്ക്കുന്ന സമയത്ത് അതിന് ഒരുപാട് വേസ്റ്റ് വരുന്നു. ആ വേസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് പല യൂണിറ്റ്സൊക്കെ, മറ്റ് പല ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ചെറിയ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ അതിനെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹവായ് ചപ്പൽസൊക്കെ ഉണ്ടാക്കുന്ന റബ്ബർ ഷീറ്റ് കണ്ടിട്ടുണ്ടാവും കുട്ടികൾ, അല്ലേ? അപ്പോൾ അതിനെ മാക്സിമം എന്ത് ചെയ്യുന്നു? ആ റബ്ബർ ഷീറ്റിൽ മാക്സിമം ചപ്പൽസ് ഉണ്ടാക്കാനുള്ള ഷേപ്പിൽ തുളച്ചെടുക്കും. ചപ്പലിൻ്റെ താഴെയുള്ള പാർട്ട് അത് അച്ചിൽ കട്ട് ചെയ്തെടുക്കും. ബാക്കി ഭാഗം എന്ത് ചെയ്യുന്നു? സ്ക്രാപ്പായിട്ട് വിറ്റ് നമ്മൾ ലോറിയിലൊക്കെ കൊണ്ടുപോകണം കാണാം, അല്ലേ? അത് ബാക്കി ഫർദർ പ്രോസസ്സിങ് നടത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത പ്രോസസ്സിങ് നടത്തി ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ സ്ക്രാപ്പ് എന്ന് പറയുന്ന ദ ഇൻസിഡൻ്റൽ റെസിഡ്യൂ ഫ്രം സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ചില ടൈപ്പ് അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻസിഡൻ്റൽ റെസിഡ്യൂ ആണ്. അതിലുണ്ടാകുന്ന ചെറിയ പാർട്ടുകളെയാണ്. അത് നമുക്ക് ഒരു ചെറിയ വാല്യൂ അതിന് നമുക്ക് കിട്ടും. മനസ്സിലായോ? കമ്പനികൾക്കൊക്കെ കിട്ടും. അത് സ്ക്രാപ്പായിട്ട് കൊടുക്കും. അതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചിലത് നമ്മൾ ഈ ലെതറിൻ്റെ പാർട്ടുകൾ, ഞാൻ നേരത്തെ ചെരുപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, തുണിയുടെ എക്സാമ്പിൾ ഉണ്ട്, ചില കട്ട് പീസുകൾ വരുന്നു, അല്ലേ? റെഡിമെയ്ഡ് ഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനിയിലൊക്കെ ചില കട്ട് പീസുകൾ വരുന്നു. അതൊക്കെ മറ്റ് പല ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ക്രാപ്പായിട്ട് വിൽക്കുക. അത്തരം പ്രോഡക്റ്റിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സ്ക്രാപ്പ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഒരു ഹോൾ ഇടുന്നുണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഭാഗം ഇരുമ്പിൻ്റെ പീസ് കട്ട് ചെയ്ത് പോകണം, അല്ലേ? ആ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ആ ഭാഗം മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു? സ്ക്രാപ്പായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കും. അത്ര ഐറ്റത്തിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഡിഫറൻസസ് ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്? അപ്പോൾ ഇതിൽ ഈ സ്ക്രാപ്പിലും രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. നോർമൽ സ്ക്രാപ്പും ഉണ്ട്, അബ്നോർമൽ സ്ക്രാപ്പും ഉണ്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഹവായ് ചപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിച്ച് വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് മാക്സിമം
എന്താണ് ഒരു പോർഷൻസ് അല്ലെങ്കിൽ എന്താണ് വേസ്റ്റേജ് വരാതെ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ മെയിൻ വർക്കർ ലീവാണ്, അസിസ്റ്റൻ്റ് വർക്കറേ ഉണ്ടായുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, എക്സ്പീരിയൻസ് കുറേ നാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടും? മെറ്റീരിയൽ ലോസ് കൂടും അല്ലേ? അപ്പോൾ സ്ക്രാപ്പിൻ്റെ അത്തരം വരുന്ന സ്ക്രാപ്പുകൾ, അതുപോലെ തന്നെ ഇടയ്ക്ക് കറണ്ട് പവർ സപ്ലൈ നിന്നാൽ, അങ്ങനെ പല പ്രൊഡക്ഷൻ മേഖലയിൽ പല കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം? ലോസ് കൂടാം. അത്തരം ലോസിന് നമുക്ക് എന്തായിട്ട് പറയാം? അബ്നോർമൽ സ്ക്രാപ്പ് എന്ന് പറയാം. അപ്പോൾ അത് അബ്നോർമൽ സ്ക്രാപ്പാണ്. ആ സ്ക്രാപ്പ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അബ്നോർമൽ സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഗുഡ് യൂണിറ്റ്സ് നമുക്ക് 100 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ചിലപ്പോൾ കിട്ടുന്നത് 5 രൂപയും 8 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട, കുട്ടികളെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത് നമുക്ക് ഡിഫറൻസസ് ആണ്. എന്താണ് ഈ സ്ക്രാപ്പും അതുപോലെ തന്നെ വേസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വിസിബിൾ ആവും, ചിലപ്പോൾ വിസിബിൾ ആവില്ല. മനസ്സിലായല്ലോ? അതേസമയം സ്ക്രാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വിസിബിളാണ്. അത് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും. അതേസമയം സ്ക്രാപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. അതുപോലെ തന്നെ വേസ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അത് കളക്ട് ചെയ്തിട്ടും കാര്യമില്ല, കളക്ട് ചെയ്തില്ലെങ്കിലും കാര്യമില്ല. അതേസമയം സ്ക്രാപ്പ് നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെന്ന് വിചാരിക്കും. PVC പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് നമുക്ക് പ്രോസസ്സ് ചെയ്തുകൊണ്ട് വേറെ പ്രോഡക്റ്റുകളിലേക്ക് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ വേസ്റ്റ് നമുക്ക് ഒരു റിയലൈസബിൾ വാല്യൂ ഇല്ല. അപ്പോൾ ചെറിയ പീസുകളോ ചെറിയ പോയിൻറ്റ്സ് ഒന്നും ചിലപ്പോൾ കളക്റ്റബിൾ ആവില്ല. ഇനി കളക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് റിയലൈസ് ചെയ്യില്ല. ഒരേ എമൗണ്ട് നമുക്കത് വിറ്റാൽ കിട്ടില്ല. അതേസമയം സ്ക്രാപ്പിന് വളരെ ചെറിയതാണെങ്കിൽ കൂടി സ്ക്രാപ്പിന് എന്തുണ്ട്? ഒരു റിയലൈസബിൾ വാല്യൂ കിട്ടുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് വരുന്നത്. അതേസമയം സ്ക്രാപ്പ് വരുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് അല്ലേ? നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ വല്ല ഡൈയോ ബോറിങ്ങോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്? സ്ക്രാപ്പ് വരുന്നത്. അതേസമയം വേസ്റ്റ് വരുന്നത് എന്താണ്? ആ പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്? വേസ്റ്റ് വരുന്നത്. അതൊരു വലിയ വ്യത്യാസമാണ്. വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഓഫ് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ നഷ്ടമാണ് വേസ്റ്റ് എന്ന് പറയും. ലോസ് ഓഫ് മെറ്റീരിയൽ. ദെൻ ഇൻ ദ കേസ് ഓഫ് സ്ക്രാപ്പ് ഇറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എന്താണ്? മെറ്റീരിയൽസ്. അത് റെസിഡ്യൂ ആണ്. മെറ്റീരിയൽസിൻ്റെ റെസിഡ്യൂ എന്ന് പറയാനേ സാധിക്കുള്ളൂ. സ്ക്രാപ്പ് എന്ന് പറയുന്നത് അത് റെസിഡ്യൂ ആണ്. മെറ്റീരിയൽസിൻ്റെ ലോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വേസ്റ്റ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കുക. അടുത്ത ഐറ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. സ്പോയിലേജ് ആണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. സ്പോയിലേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. സ്പോയിലേജ് ഈസ് defined as that portion of processed work which has been spoiled in manufacture but which can be used again in manufacture as raw materials or sold as seconds. അപ്പോൾ ഇവിടെ സ്പോയിലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അത് ശരിയായില്ല, പ്രൊഡക്ഷൻ നടന്നില്ല, കറക്റ്റായില്ല, അത്തരം ഐറ്റത്തിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അത് റീയൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് ആ അവസ്ഥ എങ്ങനെയാണോ അതിൽ വിൽക്കാം. സെക്കൻഡ്സ് എന്നുള്ള പേരിൽ വിൽക്കാം. സെക്കൻഡ്സ് മുഴുവനായിട്ട് സ്പോയിലേജ് അല്ല, എങ്കിലും നമുക്കൊരു ചെറിയ രീതിയിൽ സെക്കൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലാസ്റ്റിക് മഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ദിവസം 100 മഗ് ഉണ്ടാക്കും. അപ്പോൾ മഗ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം 100 മഗ് ഉണ്ടാക്കുന്നു. മഗ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും? മഗ്ഗുണ്ടാക്കി മഗ്ഗൊന്ന് നോക്കും, കറക്റ്റ് ആണോ എന്ന് നോക്കും. ഒറ്റ മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ ആണെങ്കിൽ അപ്പുറത്തേക്ക് ഇടും, ഓക്കെ അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഇടും. മനസ്സിലായല്ലോ? അപ്പം മഗ്ഗിൻ്റെ ഷേപ്പും അതിൻ്റെ ക്വാളിറ്റിയും വന്നിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും ചെറിയ വ്യത്യാസമോ കളർ ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വയ്ക്കുന്നതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാം. അത് വീണ്ടും പ്രോസസ്സിലേക്ക് ഇട്ട്, പ്ലാസ്റ്റിക് ആണ് വീണ്ടും പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അത് യൂസ് ചെയ്യില്ല, അത് അവരെന്ത് ചെയ്യും? ആ അവസ്ഥയിൽ അത് വിൽക്കും. വേറെ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം. ഇത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം നോക്കാം. ഇതിൽ സ്പോയിലേജിൽ നോർമലുണ്ട്, അബ്നോർമലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. എന്താണ്?
നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പവർ സപ്ലൈ പോകുന്നൊരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല. എന്നാലും ഒരു എക്സാമ്പിൾ പറയാം. പവർ സപ്ലൈ പോയി, അത് പകുതി വെച്ച് നിന്നു, അത് പിന്നെ റീയൂസ് ചെയ്യാൻ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളിനെ നമുക്ക് നോർമൽ സ്പോയിലേജ് എന്ന് പറയാൻ പറ്റില്ല, അത് അബ്നോർമലാണ്. അതല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ കപ്പാസിറ്റി കുറവുണ്ട്, എംപ്ലോയിയുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് സംഭവിക്കുന്നത്, അത് അബ്നോർമൽ സ്പോയിലേജ് ആണ്. അപ്പോൾ സ്പോയിലേജിലും എന്തുണ്ട്, നോർമൽ ആൻഡ് അബ്നോർമൽ സ്പോയിലേജ് ഉണ്ട് കേട്ടോ. അത് അബ്നോർമൽ ആണെങ്കിൽ അത് ലോസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നോർമൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എന്താണ് നോർമൽ സ്പോയിലേജ് ആൻഡ് ദ കോസ്റ്റ് ബി ഷെയർഡ് ബൈ ദ ഗുഡ് യൂണിറ്റ്സ്. നല്ല യൂണിറ്റ് ഷെയർ ചെയ്യും. ഇനി എന്താണ് സ്ക്രാപ്പും സ്പോയിലേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്ക്രാപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ റെസിഡ്യൂ ആണ്. മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻസ് അല്ലെങ്കിൽ തുളയ്ക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന പോർഷൻസിനെയൊക്കെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്പോയിലേജ് അങ്ങനെയല്ല, റെസിഡ്യൂ അല്ല. സ്പോയിലേജ് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന എന്താണ് മോശം പ്രോഡക്റ്റുകളെയാണ് നമുക്ക് സ്പോയിലേജ് എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ സ്ക്രാപ്പിൽ ഒരു എന്താ പറയുക മാനുഫാക്ചറിങ് ഓപ്പറേഷനും എന്തില്ല സ്ക്രാപ്പിൽ നടത്താൻ സാധിക്കില്ല, അത് വിൽക്കാനേ പറ്റുള്ളൂ. മനസ്സിലായാലോ? അതേസമയം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനുഫാക്ചറിങ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടി നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് ഓപ്ഷൻസ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ദ കോസ്റ്റ് ഓഫ് സ്ക്രാപ്പ് ഇൻക്ലൂഡ്സ് ഓൺലി മെറ്റീരിയൽ കോസ്റ്റ്. സ്ക്രാപ്പിൽ നമുക്ക് ഈ തുളയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കണം, ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു തകിടോ അല്ലെങ്കിൽ മെറ്റലോ എന്താണെങ്കിൽ താഴേക്ക് പോകും, അല്ലെങ്കിൽ അത് നമ്മൾ വിട്ട് കളയും. അതാണ് സ്ക്രാപ്പ് അല്ലേ? അങ്ങനെ സ്ക്രാപ്പ് വരുന്നതിൽ ലേബർ ചാർജ് വരില്ല. അതേസമയം നമ്മളൊരു കപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കപ്പിൻ്റെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമല്ല പോവുക, കപ്പ് ഉണ്ടാക്കുന്ന ആളുടെ വേജ് കൂടി പോകും. മനസ്സിലായാലോ? അപ്പോൾ സ്ക്രാപ്പിൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അതേസമയം സ്പോയിലേജിൽ എന്ത് വരും, ലേബർ കോസ്റ്റ് കൂടി വരും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ മാത്രമേ സ്ക്രാപ്പ് വരുള്ളൂ. പക്ഷേ സ്പോയിലേജ് എന്ന് പറയുന്നത് എന്താണ്, സെയിം മാനുഫാക്ചറിങ് പ്രോസസ്സിലും വരാം. അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്, സ്ക്രാപ്പ് എന്ന് പറയുന്നത് സാധാരണ മറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് സ്ക്രാപ്പ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പോൾ നമ്മൾ റൗണ്ട് എന്താണ് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിച്ചു, ആ ഇൻഡസ്ട്രിയിൽ തന്നെ പിന്നെ ആ സ്ക്രാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം സ്പോയിലേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത് ഡിഫക്റ്റീവ്സ് ആണ്. എന്താണ് ഡിഫക്റ്റീവ്സ്? ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. എന്താ നോക്കാം നമുക്ക്. ഡിഫക്റ്റീവ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് സോ ഡു നോട്ട് കം അപ് ടു ദ സ്റ്റാൻഡേർഡ് ആർ ഡിഫക്റ്റീവ്സ്. അപ്പോൾ ഇത് നേരത്തെ സ്പോയിലേജ് എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതാണ്. ഇത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്, പക്ഷേ ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ നമുക്ക് പറയുകയാണ്, നല്ല കമ്പനികളുടെ ഷർട്ട്സാണ്, പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്സ് ഒരു സ്ഥലത്ത് കണ്ടു, ചെറിയൊരു മിസ്റ്റേക്ക് ഒരു സ്ഥലത്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വിട്ടു പോന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് മാറ്റി വയ്ക്കുന്നു. മനസ്സിലായാലോ? ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സാധാരണഗതിയിൽ ഇത് സെക്കൻഡ്സ് മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുക. ഇത് ആരും അത് കളയാറില്ല. ഡിഫക്റ്റീവ് എന്ത് ചെയ്യുന്നു, റീപ്രോസസ്സിങ് നടത്തി ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ സെക്കൻഡ്സ് ആയിട്ട് വിൽക്കും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. എന്തൊക്കെയാണ് നമുക്ക് പല കാര്യങ്ങളുകൊണ്ട് വരാം. ഇത് എന്താണ്, ഈ സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്ത് പല കാര്യങ്ങളെ കൊണ്ട് ഡിഫക്റ്റീവ്സ് വരാം. പല എക്സാമ്പിൾസ് അതിന് പറയാൻ സാധിക്കും. അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മൾ ജീൻസ് ഉണ്ടാക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനിയാണ്. അവരുണ്ടാക്കി വരുന്ന ഓരോ ജീൻസ് അവർ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് അവർ മാറ്റി വയ്ക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ മാറ്റി വെച്ചിട്ട് അത് എന്ത് ചെയ്യാം, അത് റീയൂസ് ചെയ്യില്ല, അത് പിന്നെ റീപ്രോസസ്സിങ് നടത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് സെക്കൻഡ്സ് ആയിട്ട് വിൽക്കും. അതേസമയം തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ, അത്തരം പ്രോഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നോക്കി വേണമെങ്കിൽ അത് റീമേക്ക് ചെയ്യാം, റീപ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, സെക്കൻഡ്സ് ആയിട്ട് മാറ്റാം. അവിടെയും എന്താണ്, നോർമൽ ആൻഡ് അബ്നോർമൽ ഉണ്ട്. അബ്നോർമൽ വരെ എപ്പോഴും എന്താണ്, അബ്നോർമാലിറ്റി കാരണം കൊണ്ടാണ്. പുവർ എന്താണ് മെറ്റീരിയൽസ് ആയിരിക്കാം, പുവർ ലേബേഴ്സ് ആയിരിക്കാം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോബ്ലംസ് ആയിരിക്കാം, അതുകൊണ്ടൊക്കെ വരാം കേട്ടോ. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ്. കുട്ടികൾക്ക് എപ്പോഴും ഒരു സംശയം വരുന്നൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ് സ്പോയിലേജും അതുപോലെ തന്നെ ഡിഫക്റ്റീവിൻ്റെ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം നോക്കാം നമുക്ക്. സ്പോയിലേജ് എന്ന് പറയുന്നത് സെമി ഫിനിഷ്ഡ് ഗുഡ്സാണ്.
ഡിഫക്റ്റീവിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ജീൻസ് മുഴുവൻ പണി കഴിഞ്ഞു, എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ജീൻസിലൊരു സ്പോട്ട് കാണുന്നത്. അത് പിന്നെ വിൽക്കാൻ പറ്റില്ല നമുക്ക്, ആ ബ്രാൻഡ് നെയിം പോവും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, മാറ്റി വയ്ക്കുന്നു. അതേസമയം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സ്പോയിലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡിഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കേട്ടോ. അത്തരം കാര്യങ്ങൾ. രണ്ടാമത്തെ പോയിന്റ്, സ്പോയിലേജ് കനോട്ട് ബി റെക്ടിഫൈഡ്. സ്പോയിലേജ് നമുക്ക് ഒരിക്കലും റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഡിഫക്റ്റീവ്സ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ഫർദർ പ്രോസസ്സിങ്. ഞാൻ നേരത്തെ ജീൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റെക്ടിഫൈ ചെയ്യാം. ഇപ്പോൾ ചില വാഹനങ്ങൾ, അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്പോയിലേജിൻ്റെ കാര്യത്തിൽ പിന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വീണ്ടും പ്രോസസ്സിങ് നടത്താൻ ഒരു പരിധി വരെ സാധിക്കുള്ളൂ. സ്പോയിലേജ് ഈസ് സോൾഡ് ആസ് സെക്കൻഡ്സ് ഓർ തേർഡ് ക്വാളിറ്റി ഗുഡ്സ്, ബട്ട് ഡിഫക്റ്റീവ്സ് ആർ റെക്ടിഫൈഡ് ആൻഡ് സോൾഡ് ആസ് ഫസ്റ്റ് ക്വാളിറ്റി ഗുഡ്സ്. അപ്പോൾ ഡിഫക്റ്റീവിൻ്റെ കേസിൽ എന്താണ്, അത് റെക്ടിഫൈ ചെയ്യുകയും, ഇപ്പം ഒരു വാഹനം ഉണ്ടാക്കി അതിൻ്റെ റണ്ണിങ് സ്റ്റേജിലാണ് അതിൻ്റെ ഒരു ഡിഫക്റ്റീവ് കണ്ടെത്തിയത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ എൻജിൻ പാർട്ട് മാറ്റുകയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ വിൽക്കാൻ സാധിക്കും. പക്ഷേ സ്പോയിലേജ് അങ്ങനെ വിൽക്കാൻ സാധിക്കില്ല, അത് തേർഡ് ക്വാളിറ്റി ആയിട്ടാണ് വിൽക്കാൻ പറ്റുന്നത്. കോസ്റ്റ് ഓഫ് സ്പോയിലേജ് റെഫേഴ്സ് ടു ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് അപ് ടു പോയിൻ്റ് ഓഫ് റിജക്ഷൻ. ഇപ്പോൾ സ്പോയിലേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ആ റിജക്ഷൻ വരെയുള്ള ടോട്ടൽ കോസ്റ്റ് വന്ന് അതിൻ്റെ എന്താണ് റിയലൈസബിൾ വാല്യൂ കുറച്ചിട്ടാണ് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഒന്നുമില്ല, അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 100 രൂപയായെന്ന് വിചാരിക്കുക. ആ 100 രൂപ ആണ് അതിൻ്റെ പ്രോഡക്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. പക്ഷെ നമുക്ക് 50 രൂപ അതിൽ റിയലൈസ് ചെയ്തു. ബാക്കിയുള്ള 50 രൂപയാണ് ലോസായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ലോസ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ കോസ്റ്റ് ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാഹനം നമ്മൾ ഉണ്ടാക്കി അതിലെ ഒരു ഡിഫക്റ്റീവ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കോസ്റ്റ് കൂടി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, അത് മാർക്കറ്റിൽ ലഭ്യമാക്കാം. പക്ഷേ അഡീഷണൽ ഒരു കോസ്റ്റ് കൂടി എന്തിനേക്ക് വരുന്നു, നമ്മുടെ ഡിഫക്റ്റീവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തിയറി ആയിട്ട് പഠിക്കുന്നത്.